ആശുപത്രികളുടെ അനാസ്ഥയ്ക്ക് ഇരയാകുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ വയോധികർ വരെയുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി. തീരദേശ മേഖലയായ പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. പനിയും ചുമയുമായി ചികിത്സ തേടിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് മരുന്ന് നൽകിയത്. കുട്ടിക്ക് 1 ഡോസ് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് കാലാവധി കഴിഞ്ഞ വിവരം വീട്ടുകാർ അറിയുന്നതെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ഇന്നലെ രാവിലെ ഏകദേശം ഒരു 11:15 എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഒരു പനിയും ചുമയും ജലദോഷമായിട്ട് നമ്മളെ പെരുമാതുറ FHSC സെൻറ്ററിൽ കൊണ്ടുവന്നു ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടർ കുട്ടീനെ ചികിത്സിച്ചിട്ട് ഇതിൻ്റെ മെഡിസിൻ എഴുതി തന്നു. നമ്മൾ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഫാർമസിയിലോട്ട് പോയപ്പോൾ ഫാർമസിയിൽ നിന്ന് ഒരു 3 മരുന്ന് തന്നു. ഈ മരുന്ന് അതിൽ ഒരു മരുന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നാണ്. അത് അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഈ കഫം പോകാനുള്ള. ആ മരുന്ന് 2023 3-ാം മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള മരുന്നാണ്. അത് 2024 8-ാം മാസം അതിൻ്റെ കാലാവധി കഴിയാണ്. അപ്പോൾ ആ മരുന്നാണ് ഇവർക്ക് തന്നത്. അത് ഇന്നലെ ഒരു നേരം രാവിലെ കുട്ടിക്ക് കൊടുത്തു. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിച്ച് വീട്ടിൽ പോയതിനു ശേഷം കൊടുത്തു. രണ്ടാമത് രാത്രി കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ലേബിൾ നോക്കിയപ്പോൾ ഈ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നായിട്ട് കാണുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇങ്ങനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയാണ്. എങ്ങനെ വിശ്വസിച്ച് ജനം ഇതേപോലെയുള്ള ആശുപത്രികളിൽ പോകും? ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. നിരവധി തവണ നമ്മൾ ജനം TV തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. 2023 ഈ മരുന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2024 8-ാം മാസത്തോടുകൂടി അതിൻ്റെ കാലാവധി അവസാനിച്ചു. ഇതൊന്നും അറിയാതെയാണ് ഈ പിഞ്ചു കുഞ്ഞിന് നേരെ ഇങ്ങനെയുള്ളൊരു മരുന്ന് കുത്തിവയ്പ് നടത്തിയതും ആശുപത്രി അധികൃതർ. എന്നിട്ട് അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. എന്ന് തീരും ഈ ആശുപത്രികളിലെ ദുരിതം? രജനി, സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മെഡിക്കൽ ഓഫീസർമാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തുന്നുവെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് മനസ്സിലാകുന്നത്. കാരണം ഈ അധികാരികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തരത്തിൽ പഴകിയ മരുന്ന് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇത് സപ്ലൈകോയിൽ നിന്നും ലോക്കൽ പർച്ചേസ് വഴി വാങ്ങുന്ന മരുന്നുകളാണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് ഇങ്ങനെ സൂക്ഷിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷേ ഈ മരുന്ന് വിതരണം ചെയ്ത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മരുന്ന് ഈ കാലാവധി കഴിഞ്ഞ മരുന്നാണോ ഇത്തരത്തിൽ സ്റ്റോക്ക് ഉള്ളതെന്ന് പരിശോധിക്കാത്ത ഉദ്യോഗസ്ഥർക്കുമെതിരെ എന്തായാലും നടപടി വേണം. കാരണം നമുക്കറിയാം, ഒരു 4 വയസ്സായ കുട്ടിയാണ് പനിയും ചുമയുമായിട്ട് ഇത്തരത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തുന്ന സമയത്ത് ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകുന്നത്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. ഈ ക്ഷീണത്തെ തുടർന്നാണ് ഈ വീട്ടിലുള്ളവർ ഈ മരുന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണെന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് DMOയ്ക്കും ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയത്. പക്ഷേ മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആതുര സേവന ചികിത്സാ രംഗത്ത് സഹായമാകുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയൊക്കെ അടുത്തില്ലാത്ത സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ PHSC വഴി വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ എത്രത്തോളം ഈ സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലായിട്ട് ഇവിടെ സംഭവിച്ച കത്രിക വരെ വയറ്റിൽ മറന്നുവെച്ച സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കാര്യം വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെടേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മരുന്ന് വിതരണം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിതരണം ചെയ്തതിന് മുന്നോടിയായിട്ട് ഈ സ്റ്റോക്ക് ഇരിക്കുന്ന മരുന്നുകൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊന്നും വിലയിരുത്താതെ എന്നൊന്നും പരിശോധിക്കാതെയാണ് ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. അവിടെയാണ് ടിൻഡു കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഈ കെട്ടിക്കിടന്ന മരുന്നുകളൊക്കെ തന്നെ വേഗം നശിപ്പിക്കണമെന്ന്. ഇപ്പോഴും ആ ഒരു പ്രസ്താവനയായിട്ട് മാത്രം നിൽക്കുന്നു എന്ന് തന്നെയല്ലേ ഈ ഒരു സംഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഈ മരുന്ന് വിതരണം ചെയ്ത ആളുകൾ മുതൽ ആശുപത്രി അധികൃതർ വരെ കുറ്റക്കാരല്ലേ? തീർച്ചയായിട്ടും നമുക്ക് രജനി പറഞ്ഞത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം
ഈ ലോക്കൽ പർച്ചേസിംഗ് സപ്ലൈകോ വഴി വിതരണം ചെയ്ത ആളുകൾ മുതൽ ഇത് ഈ കുട്ടിക്ക് നൽകിയ ഫാർമസിയിലെ ഉദ്യോഗസ്ഥർ വരെ ഇതിന് ബാധ്യസ്ഥരാണ്. കാരണം ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണോ ഈ പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നുകൾ വിതരണം ചെയ്തത്? നമുക്കറിയാം ഒരുപക്ഷെ ഈ തീരദേശത്തൊക്കെ താമസിക്കുന്നവർ, പക്ഷേ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങൾ, റൂറൽ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ഈ ആശുപത്രിയെയും അതുപോലെ തന്നെ ഈ ജീവനക്കാരെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. അവര് കൊടുക്കുന്ന മരുന്നിൽ വിഷം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മരുന്ന് നമുക്ക് അസുഖം കുറയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് രോഗം മാറാനുള്ളതാണെന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് കഴിക്കുന്നത്. ആ വിശ്വാസത്തിന് മേലാണ് ഇപ്പോൾ വീണ്ടും ഒരു കറ വീണിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. കുഞ്ഞ് ഒരു ഡോസ് മരുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് അതിയായ ക്ഷീണവും അസ്വാഭാവികമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ ഇത്തരത്തിൽ ആ മരുന്ന് പരിശോധിക്കുന്നത്. ശരി. എന്തായാലും ഇപ്പോൾ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്.